വലയ്ക്കും. പണ്ടൊരു നാട്ടിൽ ജമാലെന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ജമാൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒട്ടും ചെയ്യാറില്ല. പക്ഷേ ജമാലിനൊരു തെറ്റ് പറ്റിപ്പോയി. ഒരു ദിവസം ജമാൽ പുഴവക്കത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പുഴയിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വന്ന ജമാൽ കണ്ടു. ജമാൽ അത് എടുത്തു. ഹായ്, നല്ല പഴുത്ത ആപ്പിൾ. ജമാൽ അത് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, ഇതേതെങ്കിലും തോട്ടത്തിലെയാണോ? ജമാൽ ആപ്പിൾ ഒഴുകി വന്ന ദിശയിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ ആപ്പിൾ തോട്ടം കണ്ടെത്തി. തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ പുഴവക്കത്ത് നിങ്ങളുടേതല്ലാതെ മറ്റൊരു തോട്ടമുണ്ടോ? ഉടമസ്ഥൻ ചോദിച്ചു. എന്താ കാര്യം? പുഴയിലൂടെ ഒഴുകി വന്നൊരാപ്പിൾ ഞാൻ അറിയാതെ കഴിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇതേതെങ്കിലും തോട്ടത്തിലെയാണോ? അവിടെ ചോദിക്കാതെയാണ് ഞാനിത് കഴിച്ചത്. അത് പറയാനാണ് ഞാനിവിടെ വന്നത്. പറഞ്ഞു, വരൂ നമ്മൾക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എൻ്റെ ആപ്പിളാണ് കഴിച്ചത്. നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്ന്, കുറച്ച് നാൾ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കണം. 2, എൻ്റെ മകളെ കല്യാണം കഴിക്കണം. സമ്മതമാണ്. എന്ന പോലെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഇയാളെനിക്ക് പുറത്ത് തരില്ല. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും? എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ മകൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? സ്വന്തം വീട്ടിൽ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. തോട്ടത്തിൻ്റെ പണി പൂർത്തിയായി. 2ാമത്തെ കാര്യം പാലിക്കാൻ വേണ്ടി ജമാൽ ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി. മോളെ സുമയ, എന്താ ഉപ്പ? ജമാൽ ഞെട്ടി. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ മകൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ലെന്ന്. ഒന്ന് പുഞ്ചിരിച്ചോ? ഞാൻ പറഞ്ഞത് എൻ്റെ മകൾക്ക് തെറ്റുകൾ കാണാൻ കഴിയില്ല, തെറ്റുകൾ കേൾക്കാൻ കഴിയില്ല, തെറ്റുകൾ സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉടമസ്ഥൻ്റെ മകളെ ജമാലിൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു. ഉടമസ്ഥൻ്റെ സമ്പത്തെല്ലാം അവർക്ക് കൊടുത്തു. അവർ സന്തോഷമായിരുന്നു. കൂട്ടുകാരെ, ഇതിലൊരു ഗുണപാഠമുണ്ട്. തെറ്റിൽ നിന്ന് വിട്ടു നിന്നാൽ അള്ളാഹു നമുക്ക് വലിയ വലിയ തൗഫീഖ് തരും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്. മൈസറ